പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് DDIS, TCDI, TDCI വാഹനങ്ങളുടെ ചെറുകിട വാഹനങ്ങളുടെ ടർബോ ചാർജറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതാണ് ടർബോ ചാർജർ. ഷവർലെ ബീറ്റിന്റെ ടർബോ ചാർജറാണ്. ഇതാണ് സാധനം. ഇത് തന്നെ ടെൽ എന്ന കമ്പനിയുടെയാണ് ഈ ടർബോ ചാർജർ. ടെൽ എന്ന കമ്പനിയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. അപ്പോൾ ഇതാണ് ടർബോ ചാർജറിന്റെ മെയിൻ ഘടകം. എന്നാൽ എഞ്ചിൻ കമ്പസ്റ്റനായ ശേഷം ആ കമ്പസ്റ്റൻ പുക, കത്തിയ ഫ്യൂവലിന്റെ പുക ഇതിലൂടെ കയറി വന്ന് സൈലൻസറിന്റെ ഭാഗമാണ് ഈ കാണുന്നത്. സൈലൻസറിന്റെ ഭാഗത്തേക്ക് കയറിയ ആ പ്രഷറുള്ള ആ പുക ഈ ടർബൈനെ തിരിക്കുകയും അതിനുള്ളിൽ കാണുന്ന ഒരു ടർബൈനെ തിരിക്കുകയും ആ തിരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പുറത്തുള്ള ടർബൈൻ കറങ്ങുകയും അതിശക്തമായിട്ട് എയർ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ വലിച്ചെടുത്ത എയർ അതുപോലെ തന്നെ ഇതിന്റെ ഔട്ട്ലെറ്റിലൂടെ പുറത്തിറങ്ങി നേരെ ഇന്റർകൂളറിലേക്ക് ഇറങ്ങി ആ എയറിനെ തണുപ്പിച്ച ശേഷം നേരെ manifoldലേക്ക് പോകുന്നു. ആ റൊട്ടേഷൻ, ആ പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. അതാണ് ഈ ടർബോന്റെ പ്രവർത്തനം. ടർബോ ചാർജറിന്റെ മെയിൻ പ്രവർത്തനം അതാണ്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അതിന്റെ കൺട്രോൾ ചെയ്യുന്ന ഇതാണ്. അതിലേക്ക് പിന്നീട് നമുക്ക് പോവാം. ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു വാക്യൂം പമ്പാണിത്. ഇതിലൂടെ വാക്യൂം കൊടുത്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണിത്. അപ്പോൾ നമ്മളിത് സക്ഷൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നമുക്കിനി പോകാം. സക്ഷൻ ചെയ്തിട്ടുള്ള യൂണിറ്റ്, ഇത് സൈലൻസറിന്റെ ഭാഗം, ഇത് എയർ ഇൻടേക്ക് ഭാഗം, ഇത് ടർബോ കോറ്, വാക്യൂം, ഇത് ആക്യുവേറ്റർ. ഇതിനകത്ത് വരുന്ന ഈ ടർബോയിൽ വരുന്ന ആക്യുവേറ്ററാണ്. ഇത് വാക്യൂം പ്രഷർ ഇതിനകത്ത് വന്നുകൊണ്ടേ ഇരിക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വാക്യൂം പ്രഷർ വന്നതിന് ബൂസ്റ്റായി നിൽക്കും. ഈ ബൂസ്റ്റായി വന്ന് വാക്യൂം നേരെ ഇതിലൂടെ ഈ വാക്യൂമത്തിലേക്ക് കയറി ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റാണിത്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ ഇത് തുറന്നു കിടക്കും. ഇവിടെ ഈ വാൾവ് ഇങ്ങനെ തുറന്നു കിടക്കും. ഓവർ പ്രഷർ വരുമ്പോൾ ഈ വാൾവ് അടഞ്ഞു പോകും. അപ്പോൾ ഇതിൽ ECM-ൽ നിന്നുള്ള സിഗ്നൽ വരും. ECM-ൽ നിന്ന് ഓവർ പ്രഷർ വരുമ്പോൾ ECM-ൽ സിഗ്നൽ വന്നിട്ട് ഇതിനെ ക്ലോസ് ചെയ്യിക്കലാണ് ഈ ആക്യുവേറ്ററിന്റെ പ്രവർത്തനം. ആവശ്യാനുസരണം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഈ ആക്യുവേറ്ററിനുള്ളത് ECM-ൽ. അപ്പോൾ ഇതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നത് ഓവർ പ്രഷർ ആയി കഴിഞ്ഞാൽ മാപ്പ് സെൻസറാണ്. ഇതിന്റെ ഓവർ പ്രഷർ വരുമ്പോൾ ഇതിന് ECU-ക്ക് നിർദ്ദേശം കൊടുക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഈ ആക്യുവേറ്റർ പ്രവർത്തിക്കുന്നത്. അതിനുശേഷം ഇൻടേക്ക് പ്രഷർ സെൻസറാണ് ഇരിക്കുന്നത്. ഈ പ്രഷർ സെൻസറാണ് ഇതിന്റെ മറ്റു ഡീസലിന്റെ എയറും ഫ്യൂവലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു നിർദ്ദേശം ECU-ന് നൽകുന്നത്. അപ്പോ ഇതിൽ ഈ ഇതാണ് ടർബോ. ഇതിലിപ്പോൾ 2-3 ആളുകൾ വിളിച്ചിരുന്നു, ഈ ടർബോ എന്താണിത് ഇങ്ങനെ എപ്പോഴും ഡാമേജ് ആയി പോകുന്നത്, ഒടിഞ്ഞു പോകുന്നതായിട്ടൊരു ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടർബോ വർക്ക് ചെയ്യുന്നത് ബെയറിങ്ങിലല്ല. ഇതുപോലെ കുറച്ച് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ബുഷാണിത്. പെട്ടെന്ന് തേഞ്ഞു പോയില്ല. അത്രങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അത്യാവശ്യം വിലയുണ്ട് ഈ ബുഷിന്. ഇത് ഈ ബുഷിലൂടെയാണ് ഇതിന്റെ ബെയറിങ് വരുന്നില്ല. ബെയറിങ്ങിന്റെ മെയിനായിട്ടുള്ള റൊട്ടേഷൻ കപ്പാസിറ്റി RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 മുതൽ ഒരു 7500 RPM വരെയാണ് സാധാരണ ബെയറിങ്ങുകൾ വരുള്ളൂ. അപ്പോൾ ഇവർ ഈ പിച്ചള ബുഷ് ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനത്തെ ഒരു ബുഷാണിത്. പിച്ചളയിൽ തന്നെ ഹൈ ക്വാളിറ്റിയാണ്. ഇതിനകത്ത് വരുന്ന ഇങ്ങനത്തെ ഒരു ബുഷാണ്. ഈ ബുഷിലാണ് ഈ ഷാഫ്റ്റ് കടന്ന് തിരിയുന്നത്. അപ്പോൾ ഇതിലൂടെ ആ ഷാഫ്റ്റ് തിരിയുന്ന സമയത്ത് ഇതിൽ ഹൈ പ്രഷർ ഓയിൽ കണ്ടിന്യൂസ് ആയി കൊടുത്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ആ ഓയിൽ ഇങ്ങനെ ഡ്രെയിനായിട്ട് ഇത് ഓയിൽ സമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം. അപ്പോൾ ഇത് ഏകദേശം ഒരു 3,50,000 RPM-ൽ ഒരു 7,000, 8,000 ഒക്കെ വരുന്ന RPM വരുമ്പോൾ ഇതിന്റെ റൊട്ടേഷൻ 3,50,000 ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഈ വാഹനം ഓടിക്കുന്നത് ഒരു 2,000, 2,200 RPM-ലായിരിക്കും നമ്മൾ ഒരു 5ാമത്തെ ഗിയറിലോ 4ാമത്തെ ഗിയറിലോ ഒക്കെ ആവുന്നത് നമ്മൾ ഓടിക്കുക. ആ സമയത്ത് 1,00,000 RPM എടുക്കും ഇത് തിരിയാൻ. 1,00,000 RPM എടുക്കും ഇത് കഴിക്കാൻ. 2,200 നമ്മൾ മീറ്ററിൽ കാണിക്കുമ്പോൾ ഇതിന്റെ റൊട്ടേഷൻ ഏകദേശം 1,00,000 RPM ആയിരിക്കും. അപ്പോൾ
അത്രയും തിരിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഓയിൽ കണ്ടിന്യൂസ് ആയി കൊടുക്കുമ്പോൾ ആ ഓയിലിൽ ഈ ഓയിലിന് വേണ്ടുന്ന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ API CH4 എന്നുള്ള ഈ ഗ്രേഡുള്ള ഈ ഓയിലിൻ്റെ ആ ലൂബ് നിലനിർത്തുന്ന ആ കെമിക്കല് ലൂബ് നിലനിർത്തുന്ന ആ കെമിക്കൽ ഇതിന് അത്യാവശ്യമാണ്. അപ്പോൾ അത് ഇല്ലാതെ വരുമ്പോൾ ഈ മെറ്റലും മെറ്റലും ഉരഞ്ഞിട്ടാണ് ഇത് മുറിഞ്ഞു പോകുന്നത്. ഈ സാധനം ഇങ്ങനെ മുറിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഓയിൽ ഗ്രേഡ് ഇതിന് നിർബന്ധമാണ്. നമ്മളെപ്പോഴും ഓയിൽ മാറ്റുക, ഓയിൽ കട്ടിയുള്ള ഓയിൽ ഉപയോഗിക്കുക. ഈ 15-40 അല്ലെങ്കിൽ 5-30 ഓയിലുകളൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കുക. അപ്പോഴാണ് നമുക്ക് ഇത് നിലനിർത്താൻ പറ്റുള്ളൂ. പിന്നെ ഈ സാധനം നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ഇത് 3 ലക്ഷം RPM 3.5 ലക്ഷം RPM തിരിയുന്ന ഈ യൂണിറ്റ് നമ്മൾ മാനുവൽ ഇത് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ജർക്കിങ് വരാൻ ചാൻസ് കൂടുതലാണ് ഇതിന്. അതായത് ഇതിന് ബാലൻസിങ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ബാലൻസിങ് കറക്റ്റ് ആവാൻ ഇതൊരു ബാലൻസിങ് മെഷീനിൽ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടാണ് ഇത് കമ്പനി പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ പ്രയാസമാണ്. കാരണം ഇത് ഒരു 2200 RPM തന്നെ ഏകദേശം 1 ലക്ഷം RPM തിരിയുമ്പോൾ അത് അത്യാവശ്യം നല്ല റൊട്ടേഷൻ ആയിരിക്കും ഇതിനകത്ത് വരിക. അപ്പോൾ നമ്മൾ ഈ സാധനം ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. പല കമ്പനികളുടെയും ടെല്ലിൻ്റെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ഏകദേശം ഒരു 5000-6000 രൂപ റേഞ്ചിനുള്ളിൽ നമുക്കിത് പല വണ്ടികളിൽ സുസുക്കിയുടെ എല്ലാ വണ്ടികളും വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനത്തെ വാങ്ങിച്ചിട്ട് ഇങ്ങനത്തെ യൂണിറ്റൊക്കെ നല്ല വൃത്തിയാക്കിയ ശേഷം നമ്മൾ രണ്ടാമത് പിടിപ്പിക്കുക. ഞാനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു ആർമേച്ചറാണിത്. ഇത് 10000 RPM തിരിയുന്ന ഒരു ആർമേച്ചറാണ്. ഇതിന് പോലെ അവർ റൊട്ടേഷൻ ബാലൻസ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ട ഈ തുളച്ചിരിക്കുന്നതൊക്കെ റൊട്ടേഷൻ ബാലൻസ് ആണ്. അതുപോലെ ഈ ടർബോനും റൊട്ടേഷൻ ബാലൻസ് ചെയ്തിട്ടാണ് ഇത് മെഷീനിൽ ചെയ്തിട്ടാണ് ഇത് ഇറക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കുക. ടർബോയുമായുള്ള വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണം. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം.